ഷാങ്യു അങ്കിൾ കൊടുത്ത കേസിൻ്റെ വിധിക്കായി കോടതിയിൽ കാത്തിരിക്കുന്ന സമയത്ത് അങ്കിളിൻ്റെ ഡെഡ് ബോഡിയുമായി അവിടെ എത്തിയ ആൻറ്റി അവളാണ് അങ്കിളിനെ കൊന്നതെന്ന് ആരോപിക്കുന്നു. ഷാങ്യു ഈ ന്യൂസ് അറിഞ്ഞ് തന്നെ ആകെ ഷോക്കായിരിക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആരോപണം. താൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇന്ന് രാവിലെ തന്നെ താനിവിടെ ഹാജരായതാണ്, ആരോട് വേണമെങ്കിലും അതേപ്പറ്റി ചോദിച്ചോളാൻ ഷാങ്യു വിളിച്ച് പറയുന്നുണ്ട്. അവിടെ നിൽപ്പുണ്ടായിരുന്ന ആൻറ്റിയും അങ്കിൾ സാഹുവും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്ത് വിളിച്ച് പറയുന്നു. അവൾ ഇന്നലെ രാത്രി മുഴുവൻ വീട്ടിലുണ്ടായിരുന്നു, പുറത്തൊന്നും പോയതുമില്ല, ഞങ്ങളൊക്കെ അതിന് സാക്ഷികളാണ് എന്നൊക്കെ അവരെല്ലാം കൂടി പറയുന്നുണ്ട്. എന്തായാലും അങ്കിളിൻ്റെ ബോഡിയിൽ കുറേ കത്തി കൊണ്ടുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കത്തി നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ആരോ ആണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ് ഇപ്പോൾ ഉള്ള നിഗമനം. ഷാങ്യുവിന് കത്തി ഉപയോഗിക്കാൻ നന്നായി അറിയാവുന്നതുകൊണ്ടാണ് അവളാണോ കൊന്നത് എന്നുള്ള സംശയം ഇവർക്ക് വന്നത്. പക്ഷേ അവൾ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എല്ലാവരും സാക്ഷി പറഞ്ഞപ്പോൾ നേരിട്ട് അവൾ ചെയ്തില്ലെങ്കിലും അവൾ ആരെങ്കിലും അതിനുവേണ്ടി ഏർപ്പാടാക്കിയതാണെങ്കിലോ അതിനുവേണ്ടി അവളുടെ വീട് ഒന്ന് സെർച്ച് ചെയ്യാമെന്നുള്ള ഒരു നിർദ്ദേശം മജിസ്ട്രേറ്റിൻ്റെ സഹായി പറയുന്നു. മജിസ്ട്രേറ്റും അത് ശരിവെക്കുന്നുണ്ട്. എന്തായാലും ഇനി സത്യം അറിയാതെ ഷാങ്യുവിനെ പുറത്തു വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതുവരെ അവളെ തടവിലാക്കാൻ മജിസ്ട്രേറ്റ് ഓർഡർ ഇടുന്നുണ്ട്. ഓഫീസർ വാങ് ഓൾറെഡി ഷാങ്യുവിൻ്റെ വീട്ടിൽ തിരച്ചിൽ നടത്താനായി പോയി കഴിഞ്ഞിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ അക്രമികളുടെ ഡെഡ് ബോഡികൾ കിടക്കുന്നതാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അവിടെ മുഴുവൻ തിരഞ്ഞിട്ടും ഷാങ്ങിങ്ങിനെയോ യാൻഷങ്ങിനെയോ കണ്ടെത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ഈ വിവരം എത്രയും പെട്ടെന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായി അവർ അപ്പോൾ തന്നെ പോകുന്നു. യാൻഷങ്ങും ഷാങ്ങിങ്ങും കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ഈ അക്രമികളുമായി ഫൈറ്റ് ചെയ്ത് യാൻഷങ്ങിന് കുറച്ച് പരിക്കും പറ്റിയിരിക്കുന്നു. അതുകൊണ്ട് അവനിപ്പോൾ കുറച്ച് അവശതയിലാണ്. ഷാങ്ങി അവിടെ ഇരുന്ന് കരയുകയാണ്. കൂട്ടത്തിൽ അവൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഷാങ്ങി അവളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിസിൽ അവൾ ഊതാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ യാൻഷിങ് പെട്ടെന്ന് അവളെ തടയുന്നു. എനിക്കെന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ ഇത് ഊതണമെന്നാണ് ചേച്ചി പറഞ്ഞിട്ടുള്ളതെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അതിനുള്ള സമയമായിട്ടില്ല. ഇപ്പോൾ നീ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ആളുകൾ നിന്നെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ തടയുന്നുണ്ട്. ഓഫീസർ വാങ് ഷാങ്യുവിൻ്റെ അടുത്തെത്തി അവളുടെ വീട്ടിൽ കണ്ടതിനെക്കുറിച്ച് പറയുന്നു. ഷാങ്യുവിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ച് അവൾ ആ ജയിലിൻ്റെ വാതിൽ ഒന്ന് പിടിച്ചു കുലുക്കുന്നുണ്ട്. അവളുടെ ശക്തി കാരണം അത് ഇളകിപ്പോകുമോ എന്ന് വാങ് പേടിച്ചു പോകുന്നു. നീ പേടിക്കുന്നത് പോലെയൊന്നും സംഭവിച്ചിട്ടില്ല. ഷാങ്ങിങ്ങിനെയും നിൻ്റെ ഹസ്ബൻഡിനെയും എനിക്ക് കാണാൻ സാധിച്ചില്ല. മിക്കവാറും ആ അക്രമികൾ അവരെ പിടികൂടി കൊണ്ടുപോയതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു. അതോടെ ഷാങ്യു തനിക്ക് പുറത്ത് പോകണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കണമെങ്കിൽ താൻ തന്നെ നേരിട്ട് പോയാലേ പറ്റുകയുള്ളൂ എന്ന് അവൾ വാശി പിടിക്കുന്നു. പക്ഷേ അവളിപ്പോൾ അവിടെ തടവിലായതുകൊണ്ട് അവളെ അങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. ഈ ഭൂമിയിൽ എനിക്ക് ആകെ സ്വന്തമെന്ന് പറയാൻ ഷാങ്ങിങ് മാത്രമാണുള്ളത്. അവളെ കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിന് കുറച്ച് സോഫ്റ്റ് കോർണർ ആവുന്നു. അങ്ങനെ അദ്ദേഹം അവളെ തുറന്നു വിടുന്നുണ്ട്. തൻ്റെ ആ കത്തിയും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കമ്പും എടുത്തുകൊണ്ടാണ് ഷാങ്യു അവിടെ നിന്ന് പോയത്. യാൻഷിങ്ങും ഷാങ്ങിങ്ങും ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ഈ സമയത്ത് കുറേ അക്രമികൾ വരുന്നുണ്ട്. അവൻ അവശനിലയിലാണെങ്കിലും അവർ നേരിടാൻ തയ്യാറെടുക്കുന്നു. ഷാങ്ങിങ്ങിനോട് കണ്ണടച്ചിരുന്ന് 10 വരെ എണ്ണാൻ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ എഴുന്നേറ്റ് പോയി അവരെ നേരിടുന്നു. അവൾ 5 വരെ എണ്ണി കഴിഞ്ഞപ്പോഴേക്കും അവൻ അവരെല്ലാം കൊല്ലുന്നുണ്ട്. പക്ഷേ ഫൈറ്റിനിടയിൽ അവന് കുറേ പരിക്കുകൾ കൂടി പറ്റിയിരിക്കുന്നു. നല്ല മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നതിനാൽ ആ അക്രമികൾ ഒരാളുടെ കോട്ടെടുത്ത് യാൻഷിങ് ഷാങ്ങിങ്ങിന് പുതപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവളോട് അവിടെ സേഫായിരിക്കാൻ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവൻ്റെ നില കുറേ കൂടി ആവശ്യമായി കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് കുറേ അക്രമികൾ കൂടി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് അവൻ കണ്ടത്. അവരുമായിട്ടും അവൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അക്കൂട്ടത്തിൽ ഒരാൾ ഷാങ്ങിങ്ങിനെ കാണുന്നു. അങ്ങനെ അവളെ കൊല്ലാനായി അവളുടെ നേരെ ചെല്ലുന്നുണ്ട്. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്ന കൂട്ടത്തിൽ അവൾ മറിഞ്ഞു വീഴുന്നു. ഇത്രയും സമയം അവൾ ആ ഫാൽക്കനെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. മറിഞ്ഞു വീണ ഷാങ്ങിങ്ങിൻ്റെ അടുത്തേക്ക് ആ അക്രമി വന്ന് അവളെ കൊല്ലാൻ ഒരുങ്ങുന്ന സമയത്ത് ഈ ഫാൽക്കൺ പറന്നു വന്ന് അയാളെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവൾ തൽക്കാലം രക്ഷപ്പെടുന്നുണ്ട്. ഷാങ്ങി എഴുന്നേറ്റ് ഓടുന്നു. അക്കൂട്ടത്തിൽ അവളുടെ കൈവശമുള്ള ആ വിസിലും അവൾ ഉറക്കെ ഊതാൻ തുടങ്ങുന്നുണ്ട്. യാൻഷിങ് ഈ നേരം അത്രയും ഇവരുമായി ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുന്നതിനാൽ അവൻ നേരത്തെ പോലെ ശക്തിയോടെ അവരെ തിരിച്ച് ആക്രമിക്കാൻ പറ്റുന്നില്ല. എന്നാലും അവൻ പറ്റാവുന്നത് പോലെയൊക്കെ പലരെയും കൊന്നെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ആരോ ഷാങ്ങിനെ പിടികൂടി വലിച്ചേച്ചുകൊണ്ട് പോകുന്നുണ്ട്. യാൻഷിങ്ങിന് അവളെ സഹായിക്കാൻ എത്താൻ പറ്റുന്നില്ല. അതിനു മുന്നേ തന്നെ ഷാങ്യു അവിടെ എത്തി അയാളെ കൊല്ലുന്നുണ്ട്. പന്നിയെ ഇറക്കാറുണ്ടെങ്കിലും ഷാങ്യു ഒരു മനുഷ്യനെ കൊല്ലുന്നത് ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ പേടിയും വിറയലുമെല്ലാം അവൾക്കുണ്ട്. യാൻഷിങ്ങിന് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഷാങ്ങിങ്ങിനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കൊള്ളാൻ അവൻ അവളോട് പറയുന്നു. പക്ഷെ അവൾ സംശയിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും കുറേ അക്രമികൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. വേഗം അവളോട് ഓടി രക്ഷപ്പെടാൻ അവൻ ഉറക്കെ അലർന്നു. അങ്ങനെ അവൾ ഷാങ്ങിങ്ങിനെയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവളോട് പോകാനൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾ നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവൻ ചെറുതായി വിഷമിക്കുന്നുണ്ട്. എന്നാലും ഇത് നല്ലത് തന്നെയാണ്. ഇനി എനിക്ക് ആരെയും നോക്കാതെ ഇവരെ ഡീൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അവൻ ആ അക്രമികളുമായി വീണ്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പോഴും അവന് കുറേ മുറിവുകളൊക്കെ പറ്റുന്നുണ്ട്. അവൻ ദൂരേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്നു. അതോടെ അവൻ്റെ സ്ഥിതി ഒന്നുകൂടി മോശമാകുന്നു. അവിടെ നിന്ന് എന്നേക്കാൻ വയ്യാതെ അവനിങ്ങനെ നിൽക്കുകയാണ്. ആ അക്രമികളുടെ കൈകൊണ്ട് അവൻ മരിക്കുമെന്നുള്ള കണ്ടീഷനിലാണ്. ഈ സമയത്താണ് ഷാങ്യു അങ്ങോട്ടേക്ക് എത്തി വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവൾ ഇങ്ങനെ തിരിച്ചു വരുമെന്ന് യാൻഷിങ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഷാങ്യു വേഗം അവൻ്റെ അടുത്തേക്ക് എത്തി അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നു. നിന്നോട് ഇവിടെ നിന്ന് പോയിക്കോളാൻ ഞാൻ പറഞ്ഞല്ലേ, പിന്നെ നീ എത്രയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഷാങ്ങിനെ സേഫായിട്ടുള്ളൊരു സ്ഥലത്ത് നിർത്തിയാലല്ലേ എനിക്ക് നിന്നെ രക്ഷിക്കാനായിട്ട് വരാൻ പറ്റുകയുള്ളൂ എന്ന് അവൾ പറയുന്നു.
പിന്നെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് ഈ അക്രമികളെ നേരിടുന്നുണ്ട്. അവസാനം എല്ലാവരെയും അവർ കൊന്നൊടുക്കുന്നു. അവസാനത്തെ ആളിനോട് ആരാണ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് അയച്ചത്, എന്നെ കൊല്ലാൻ ആരാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഷാങ്ങി ചോദിക്കുന്നുണ്ട്. പക്ഷേ അയാൾ അതിന് മറുപടി പറയാതെ സ്വയം ജീവൻ എടുക്കുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും യാൻഷിങ് ബോധം നഷ്ടപ്പെട്ട് വീഴുന്നു. ഷാങ്ങി ഓടിച്ചെന്ന് അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട്. നടക്കാത്തതുകൊണ്ട് അവൾ മുമ്പത്തെ പോലെ അവനെ തോളിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇത്തവണ അവളും ഈ ഫൈറ്റ് ചെയ്ത് നല്ല അവശതയിലായിരുന്നു. അതുകൊണ്ട് അധിക ദൂരം അവനെ കൊണ്ട് അങ്ങനെ പോകാൻ അവൾക്ക് പറ്റുന്നില്ല. അവൻ്റെ കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് അവനെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് അവൾ പോകുന്ന വഴിയിൽ പലതും പറയുന്നുണ്ട്. ഇത് ഞാൻ രണ്ടാമത്തെ തവണയാണ് നിന്നെയും കൊണ്ട് മഞ്ഞിൽ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നത്. എല്ലാ പെണ്ണുങ്ങളും അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ഓരോ ആണുങ്ങളെ കണ്ടെത്തും. ഞാൻ കണ്ടെത്തിയ ആൾ എൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണോ ദൈവമേ എന്നൊക്കെ അവൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്. അവനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഷാങ്ങിനെ രക്ഷപ്പെടുത്തിയതിന് അവനോട് നന്ദി പോലും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവൻ മരിക്കരുത്, എനിക്ക് നിന്നോട് നന്ദി പറയാനുണ്ട്. ഷാങ്ങിങ്ങിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ലായിരുന്നു എന്നൊക്കെ അവൾ ഇക്കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവളും ആകെ തളർന്നു. അങ്ങനെ രണ്ടുപേരും കൂടി മഞ്ഞിലേക്ക് വീഴുന്നു. തൽക്കാലത്തേക്ക് അവളുടെ ബോധം പോകുന്നുണ്ടെങ്കിലും അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾ ഉണരുന്നു. യാൻഷിങ്ങിനെ വിളിച്ചുണർത്താനായി അവൾ കുറേ നോക്കുന്നുണ്ട്. പക്ഷേ അവന് അനക്കമൊന്നുമില്ല. അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു പോകുമെന്ന് അറിയാതെ അവളിങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഷാങ്ങിങ്ങിൻ്റെ ശബ്ദം ദൂരെ കേൾക്കുന്നത്. ഷാങ്ങിങ് ഓടി അടുത്തേക്ക് വരുന്നതും അവൾ കാണുന്നു. ഷാങ്ങിങ്ങിൻ്റെ ഒപ്പം ഓഫീസർ വാങ്ങും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൂടി കണ്ടതോടെ ഷാങ്ങിന് ആശ്വാസമാവുന്നുണ്ട്. അതിനുശേഷം അവളുടെ ബോധം വീണ്ടും പോകുന്നു. വാങ്ങിനൊപ്പം വേറെ കുറേ പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. അബോധാവസ്ഥയിലായ യാൻഷിങ്ങിന് കുറേ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. സ്വപ്നത്തിൽ അവൻ്റെ അച്ഛനെയും അമ്മയെയും അവൻ്റെ ചെറുപ്പകാലവും ഒക്കെയാണ് അവൻ കാണുന്നത്. നിന്റെ അച്ഛൻ ഒരു വലിയ ഹീറോ ആണ്, നീ വളരുമ്പോൾ അച്ഛനെ പോലെ ആവണം എന്ന് അമ്മ അവനോട് പറയുന്നതും അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതും കുറേ കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് അവൻ്റെ അമ്മ ഇതിന് കരയുന്നതുമൊക്കെ അവൻ കാണുന്നുണ്ട്. അമ്മയെ ആശ്വസിപ്പിക്കാനായി അവൻ ഓടിയെത്തി തൊടാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അമ്മയുടെ രൂപം അപ്രത്യക്ഷമാവുന്നു. പിന്നെ അവൻ കാണുന്നത് അവൻ്റെ അമ്മ കണ്ണാടിക്ക് മുന്നിലിരുന്ന് അവരുടെ ഐബ്രോ ഒക്കെ വരയ്ക്കുന്നതാണ്. ഇത് കണ്ടുകൊണ്ട് അവൻ പേടിച്ചതുപോലെ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ടെങ്കിലും ആ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുന്നു. അവിടെ ഒരു മുറിക്കുള്ളിൽ അവൻ്റെ അമ്മ കുട്ടിയായിരുന്ന അവന് അവർ സ്വന്തമായി ഉണ്ടാക്കിയ ഒസ്മാന്തസ് കൊണ്ടുള്ള കേക്ക് നൽകുകയാണ്. പുറത്തെവിടെയെങ്കിലും പോയിരുന്ന് അത് കഴിച്ചിട്ട് കുറേ കഴിഞ്ഞ് വന്നാൽ മതി, തിരികെ വരുമ്പോൾ കുറച്ച് ഒസ്മാന്തസിൻ്റെ ഫ്ലവേഴ്സ് കൂടി പെറുക്കിക്കൊണ്ട് വരണം, അത് വെച്ച് ഇനിയും ഞാൻ കേക്ക് ഉണ്ടാക്കി തരാം എന്നൊക്കെ അമ്മ അവനോട് പറയുന്നുണ്ട്. ഈ ഒസ്മാന്തസ് കേക്കുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും അമ്മ അവനോട് പ്രത്യേകം പറയുന്നുണ്ട്. അവൻ അത് വാങ്ങി സന്തോഷത്തോടെ പുറത്തേക്ക് ഓടുന്നു. ഈ സമയത്ത് പുറത്ത് നിൽപ്പുണ്ടായിരുന്ന യാൻഷിങ് അവനോട് പോകരുത്, അത് കഴിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ സ്വപ്നത്തിലായതുകൊണ്ട് ഇത് കുട്ടിയായിരുന്ന അവൻ കേൾക്കുന്നില്ല. കുട്ടി യാൻഷിങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് വാതിലടയ്ക്കുന്നു. എന്നിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. യാൻഷിങ് വേഗം അവിടെ തുറന്നു കിടപ്പുണ്ടായിരുന്ന ഒരു ജനാലയ്ക്കടുത്ത് നിന്ന് അകത്തേക്ക് നോക്കുന്നു. അമ്മ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പുരികം എഴുതുകയും മേക്കപ്പ് ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം വിഷമത്തോടെ കുട്ടി യാൻഷിങ് കേക്ക് കഴിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് നീ എന്നെ മിസ് ചെയ്യരുത്, നീ വളർന്നത് കാണാൻ നിൻ്റെ ഒപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് വിഷമത്തോടെ പറയുന്നു. എന്നിട്ട് ആ ജനലും അടച്ച് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ ആ വാതിൽ തുറക്കുമ്പോൾ അവർ മരിച്ച നിലയിലാണ് കാണുന്നത്. സ്വപ്നം ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും യാൻഷിങ് ഞെട്ടി ഉണരുന്നു. അവന് മരുന്ന് കൊടുക്കാനായി അടുത്തിരിപ്പുണ്ടായിരുന്ന ഷാനുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് വേണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളഞ്ഞുകൊണ്ടാണ് അവൻ ചാടി എഴുന്നേൽക്കുന്നത്. അവളുടെ കയ്യിൽ അവൻ ബലമായി പിടിച്ചിരിക്കുകയുമാണ്. അവളെ കണ്ട് അവൻ പിടിവിടുന്നു. അവനത് സ്വപ്നം കണ്ടതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ അവൻ്റെ മുഖത്തെ വിയർപ്പൊക്കെ തുടച്ചു കൊടുത്തിട്ട് മരുന്ന് കൊടുക്കാൻ തുടങ്ങുന്നു. ഞാൻ തന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞ് അവനത് വാങ്ങാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിലെല്ലാം കെട്ടിവെച്ചിരിക്കുന്ന അവൻ കാണുന്നത്. എന്നിട്ട് രണ്ട് കയ്യിലും കുറേ അധികം മുറിവുകളുണ്ടായിരുന്നു. അതുകൊണ്ട് കൈകൊണ്ട് അധികം ഫോഴ്സ് ഉപയോഗിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ തന്നെ അവന് മരുന്ന് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ കയ്പ്പ് മാറാൻ വേണ്ടി അവൾ ഒരു ക്യാൻഡി എടുത്ത് അവൻ്റെ വായിലേക്ക് ഇട്ട് കൊടുക്കാൻ തുടങ്ങുന്നു. എനിക്കിത് വേണ്ടെന്ന് അവൻ പറയാൻ വരുന്നുണ്ടെങ്കിലും അതിന് മുന്നേ അവൾ അത് വായിലിട്ട് കൊടുക്കുന്നുണ്ട്. പേടിക്കണ്ട, ഇത് ഒസ്മാന്തസ് ഫ്ലേവർ അല്ല, നീ കുറച്ച് മുമ്പ് ഉറക്കത്തെ ഒസ്മാന്തസ് കേക്ക് എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് ടാഞ്ചറിൻ്റെ തോലുകൊണ്ടുള്ള ഫ്ലേവറുള്ള മിഠായിയാണ് എന്നൊക്കെ അവൾ പറയുന്നു. എനിക്ക് ഇത്തവണ അത്യാവശ്യം നന്നായി പരിക്കേറ്റിട്ടുണ്ട്, കുറച്ച് നാളത്തേക്ക് നല്ല റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതേപോലെ വെയിറ്റുള്ള സാധനങ്ങളൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ അവൾ അവനെ അറിയിക്കുന്നുണ്ട്. പിന്നെ അവളുടെ വീടിപ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ഓഫീസ് സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് അവർ അങ്കിൾ സാഹുവിടെ വീട്ടിലാണുള്ളത്. കുറച്ച് ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നും അവൾ അവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഫുഡ് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആൻറ്റി വിളിക്കുന്നു. ഞാൻ പോയി നിനക്ക് കഴിക്കാനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഷാങ്ങി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് പോയിട്ട് അവൾ തിരിഞ്ഞു നിന്ന് ഷാങ്ങിനെ രക്ഷപ്പെടുത്തിയതിന് അവന് നന്ദി പറഞ്ഞിട്ടാണ് പോയത്. ഷാങ്ങി പോയി കഴിഞ്ഞപ്പോഴാണ് യാൻഷിങ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം തിരിയുന്നത്. അവൾ അത് അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അക്രമികളുടെ കയ്യിൽ നിന്ന് അവരുടെ ഒരു സാധനം അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അവൻ തിരിഞ്ഞത്. അത് കണ്ടപ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി അവന് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അവർ ഈ സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചുവെന്ന് അവന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവർ തന്നെ അന്വേഷിച്ചല്ല വന്നിരിക്കുന്നത്. ഷാങ്ങിയുമായിട്ട് ഇവർക്ക് എന്ത് പ്രശ്നമാണുള്ളതെന്നും അവന് മനസ്സിലാവുന്നില്ല.
അന്ന് രാത്രി ഷാങ്യു മുറിയിലേക്ക് കിടക്കാനായി പോകാൻ തുടങ്ങുന്ന സമയത്ത് ആൻറ്റി അവളുടെ കയ്യിൽ ഒരു നെരിപ്പോട് കൊടുക്കുന്നുണ്ട്. അത് വാങ്ങാൻ തുടങ്ങുമ്പോൾ അവളുടെ കൈ നന്നായി വിറയ്ക്കുന്നത് ആൻറ്റി ശ്രദ്ധിക്കുന്നു. ഇതിന് മുമ്പ് അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ, ഇതെന്ത് പറ്റിയെന്ന് ആൻറ്റി ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ആക്രമണം കഴിഞ്ഞ് തിരികെ എത്തിയതിനു ശേഷം ഇങ്ങനെയാണ്, മഞ്ഞിൽ ഒരുപാട് സമയം നിന്നതുകൊണ്ട് തണുപ്പടിച്ചതായിരിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. യാൻഷിങ് മുകളിലിരുന്ന് ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ പ്രശ്നം എന്താണെന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. അവൾ ആദ്യമായിട്ടാണല്ലോ മനുഷ്യരെ ഇങ്ങനെ കൊല്ലുന്നത്. അതിൻ്റെ പേടിയും വിറയിലുമാണ് അവൾക്ക് ഇപ്പോഴും. അവൾ മുറിയിലെത്തി അതിനെക്കുറിച്ചൊന്നും പറയാതെ അവനോട് കിടന്നോളം പറഞ്ഞിട്ട് അവിടെ മേശപ്പുറത്തേക്ക് തലവെച്ച് അവിടെ ഉറങ്ങാനായിട്ടിരിക്കുന്നു. അക്കൂട്ടത്തിൽ നീ ഉച്ചയ്ക്ക് പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നത് ഇങ്ങനെ ആളുകളെ കൊന്നിട്ടാണോ എന്നവൾ ചോദിക്കുന്നുണ്ട്. സ്വപ്നം കണ്ട് ഉണർന്നത് അതല്ലെങ്കിലും അതാണെന്ന് അവൻ സമ്മതിക്കുന്നു. ഞാനും ശരിക്കും പേടിച്ചു പോയി. ആദ്യമായിട്ടാണ് ഞാൻ ആരെങ്കിലും കൊല്ലുന്നത്. പക്ഷെ ഇപ്പോൾ പേടിയൊന്നുമില്ല. പിന്നെ എൻ്റെ കൈക്ക് ചെറിയ വിറയലുണ്ടെന്ന് മാത്രം. നീ പേടിക്കൊന്നും വേണ്ട. നിനക്ക് അഥവാ പേടി തോന്നുകയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ചെയ്താൽ മതി. നിന്നെ വേണമെങ്കിൽ ഒരു ഹോബിക്ക് വേണ്ടി ഞാൻ പന്നിയെ കശാപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തരാം. അപ്പോൾ നിന്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിയും എന്നൊക്കെ അവൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവളുടെ വിചാരം അവൻ ഇതൊക്കെ ഫേസ് ചെയ്ത് അവളെ പോലെ തന്നെ ആകെ പേടിച്ചിരിക്കുകയാണ് എന്നാണല്ലോ. അവൾ അവിടെ നിലത്ത് ഇങ്ങനെ തണുത്ത് ഉറച്ചിരിക്കുന്നത് കണ്ട് അവൻ അവളോട് ബെഡിൽ വന്നിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഷാങ്യു എഴുന്നേറ്റ് അവിടെ ചെന്നിരിക്കുന്നു. പണ്ടത്തെ ആളുകളൊക്കെ പറയാറുണ്ടായിരുന്നു കശാപ്പുകാർക്ക് മരണത്തിൻ്റെ ബാണമാണെന്ന്. എനിക്കും അതേപോലെ ആയിരിക്കും. ഞാൻ നിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നീ ഒരു ദുസ്വപ്നവും കാണാൻ സാധ്യതയില്ല. സമാധാനമായി ഉറങ്ങിക്കൊള്ളാൻ അവൾ അവനോട് പറയുന്നുണ്ട്. യാൻഷിങ് അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾക്ക് നന്ദി പറയുന്നു. രണ്ടുപേരും കൂടി അങ്ങനെ ഇരുന്ന് തന്നെയാണ് മയങ്ങിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ യാൻഷിങ് ഉണരുന്നുണ്ട്. നോക്കുമ്പോൾ ഷാങ്യു ബെഡിലേക്ക് തലവെച്ച് കിടക്കുകയാണ്. അവളുടെ മുഖത്തേക്ക് വീണ് കിടപ്പുണ്ടായിരുന്ന മുടി അവൻ ഒതുക്കി വെക്കുന്നു. അതേപോലെ തന്നെ മഞ്ഞ് വീഴുന്നതുകൊണ്ട് അവൾക്ക് പുതപ്പിച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഷാങ്യു യാൻഷിങ്ങിൻ്റെ ആ ഡ്രസ്സൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓഫീസർ വാങ്ങും വേറെ കുറച്ച് പോലീസ് ഓഫീസേഴ്സും കൂടി അവിടേക്ക് വരുന്നത്. ഷാങ്യു വേഗം സന്തോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് മജിസ്ട്രേറ്റിൻ്റെ ഓഫീസിൽ നിന്നുള്ള അറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും യാൻഷിങ്ങും അങ്കിൾ സാഹുവും ആൻറ്റിയും എല്ലാം പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. വാങ് യാൻഷിങ്ങിൻ്റെ മുന്നിലേക്ക് എന്നിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നോട്ടീസ് അവനെ കാണിക്കുന്നു. അവനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വാറണ്ടായിരുന്നു അത്. ഷാങ്യുവും അങ്കിളും ആൻറ്റിയും എല്ലാം ഇത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട്. എന്തായാലും അവർക്ക് പോയല്ലേ പറ്റുകയുള്ളൂ. അങ്ങനെ എല്ലാവരും കൂടി മജിസ്ട്രേറ്റിൻ്റെ മുന്നിലെത്തുന്നു. ഷാങ്യു യാൻഷിങ്ങിൻ്റെ ഒപ്പം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ചെന്നിരിക്കുന്നുണ്ട്. അവളെ മുമ്പ് അദ്ദേഹം തടവിലാക്കിയതായിരുന്നല്ലോ. വാങ്ങായിരുന്നല്ലോ ആരും അറിയാതെ അവളെ സ്വതന്ത്രമാക്കിയത്. അങ്ങനെ ചാടിപ്പോയിട്ട് അവൾ പിന്നെയും തൻ്റെ മുന്നിൽ വന്നിരിക്കാൻ എങ്ങനെയാണ് ധൈര്യം കാണിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവളെ വേഗം അറസ്റ്റ് ചെയ്യാനും പറയുന്നു. എൻ്റെ വൈഫ് ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള സാക്ഷികളുണ്ട്. പിന്നെ എന്ത് തെറ്റാണ് അവൾ ചെയ്തിട്ടുള്ളത്? പിന്നെ എന്തിനാണ് അവളെ തടവിലാക്കുന്നതെന്ന് ചോദിച്ച് യാൻഷിങ് ഈ സമയം മജിസ്ട്രേറ്റിനെ ചോദ്യം ചെയ്യുന്നു. അതോടെ മജിസ്ട്രേറ്റ് അവൻ്റെ നേർക്ക് തിരിയുന്നുണ്ട്. അവൻ വേറെ ഏതോ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുകയാണല്ലോ. അവൻ്റെ ട്രാവൽ പെർമിറ്റും ID പ്രൂഫും ഒക്കെ അവൻ്റെ കയ്യിലുണ്ടോ? എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ മജിസ്ട്രേറ്റ് ചോദിക്കുന്നു. ഷാങ്യു അവന് വേണ്ടി റെഡിയാക്കിയ ട്രാവൽ പെർമിറ്റ് എടുത്ത് അവർക്ക് നൽകുന്നുണ്ട്. പക്ഷേ അത് നോക്കിയപ്പോൾ അടുത്ത സമയത്ത് അവിടുന്ന് തന്നെ ഇഷ്യൂ ചെയ്തതാണ് എന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല. അവൻ്റെ ഒറിജിനൽ ഐഡൻറ്റിറ്റി എവിടെയാണ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ ID പ്രൂഫൊക്കെ കൊണ്ടുവരാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിവിടെ എത്തും എന്ന് യാൻഷിങ് പറയുന്നുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് അത് അംഗീകരിക്കുന്നില്ല. ഓഫീസർ വാങ്ങും അവന് വേണ്ടി സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് അദ്ദേഹത്തിൻ്റെയും വായടപ്പിക്കുന്നു. യാൻഷിങ് അയൽ രാജ്യത്ത് നിന്ന് ഇവിടേക്ക് വന്ന ഒരു ചാരനാണോ എന്നുള്ള സംശയം അയാൾ പ്രകടിപ്പിക്കുന്നു. അതല്ലെങ്കിൽ ഇനി ഏതെങ്കിലും കൊള്ള സംഘത്തിലെ അംഗമാണോ എന്ന് ആർക്കറിയാം. ചിലപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായ പ്രശ്നങ്ങളായിരിക്കുമോ ഇങ്ങനെ ഒരു ഫൈറ്റിൽ അവസാനിച്ചത്. അതുകൊണ്ട് അവനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അയാൾ പറയുന്നു. ഷാങ്യു യാൻഷിങ്ങിന് വേണ്ടി സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും അതും അയാൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, അപ്പോഴേക്കും എൻ്റെ ട്രാവൽ പെർമിറ്റ് ഇവിടെ എത്തും, അതോടെ ഈ സംശയമൊക്കെ നീങ്ങുമല്ലോ എന്ന് യാൻഷിങ്ങും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അതും മജിസ്ട്രേറ്റ് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. അവന് 20 അടി കൊടുത്ത് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാൻ അയാൾ ഓർഡർ നൽകുന്നു. അവൻ്റെ ആരോഗ്യം വളരെ മോശമാണ്, അതുകൊണ്ട് അവനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് ഷാങ്യു കരഞ്ഞു പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ അയാൾ അതൊന്ന് കേൾക്കാതെ അടിക്കാനായിട്ടുള്ള ഓർഡർ നൽകുക തന്നെ ചെയ്യുന്നു. അവിടെ നിൽപ്പുണ്ടായിരുന്ന 2 കാവൽക്കാർ ഇങ്ങനെ അടിക്കാനായി വന്നപ്പോഴേക്കും ഷാങ്യു അവനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ അവൾ പ്രതീക്ഷിച്ച പോലെ അടി വീഴുന്നില്ല. കാരണം യാൻഷിങ് അവരെ വടിയിൽ കയറി പിടിച്ച് അവരെ തടയുന്നു. എന്നിട്ട് അവരെ തള്ളി 2 സൈഡിലേക്കും എറിഞ്ഞിട്ട് അവൻ ആ കമ്പ് പിടിച്ചെടുക്കുന്നുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ തന്നെ അവൻ അത്യാവശ്യം നല്ല ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. അത് അവനെ ക്ഷീണിതരാക്കുന്നുമുണ്ട്. ഷാങ്യു പാവമാണ്, അനാഥയാണ്, അവളെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് ഈ സമയത്ത് ആൻറ്റിയും അങ്കിളും കൂടി അവിടെ ബഹളം വെക്കാൻ തുടങ്ങുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളും അത് ഏറ്റെടുക്കുന്നു. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്ത് കൂടെ എന്ന് ഓഫീസർ വാങ്ങും ഈ സമയത്ത് ചോദിക്കുന്നു. അതോടെ മജിസ്ട്രേറ്റിൻ്റെ അസിസ്റ്റൻറ്റും അതിനെ അനുകൂലിക്കുന്നുണ്ട്. പൊതുജനാഭിപ്രായം ഒരു പ്രധാന കാര്യമാണ്, അതുകൊണ്ട് തൽക്കാലം നമുക്ക് അവരെ എതിർക്കണ്ട, ഇവർ പറയുന്നത് പോലെ വെയിറ്റ് ചെയ്യാം എന്ന് അസിസ്റ്റന്റ് ഉപദേശിക്കുന്നു. അത് കേട്ടപ്പോൾ മജിസ്ട്രേറ്റ് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ജനങ്ങളോട് ബഹളം വെക്കാതിരിക്കാൻ പറഞ്ഞിട്ട് ഷാങ്യുവിനെ എന്തായാലും തടവിലാക്കണം. അവൾ മുമ്പത്തെ കേസിൽ സംശയിക്കുന്ന പ്രതിയാണല്ലോ, അതുകൊണ്ട് അവളെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ വാങ്ങിന് ഓർഡർ നൽകുന്നു. മറ്റു വഴിയൊന്നുമില്ലാതെ അദ്ദേഹത്തിന് അത് അനുസരിക്കേണ്ടി വരുന്നു. ഷാങ്യു
മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം പോകുന്നുണ്ട്. ഈ സമയത്താണ് മജിസ്ട്രേറ്റിന്റെ അസിസ്റ്റന്റ് മറ്റൊരു ബുദ്ധി ഉപദേശിച്ചത്. തൽക്കാലം ഇവരെ തടവിൽ സൂക്ഷിച്ചിട്ട് യാൻഷിങ് തന്നെയാണ് പ്രതിയെന്ന് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും തെളിവുകൾ നമ്മൾ തന്നെ കൊണ്ടുവച്ചാൽ മതിയെന്ന് അയാൾ പറയുന്നു. യാൻഷിങ് ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ നിനക്ക് അവസാനമായിട്ടൊരു ചാൻസ് കൂടി തരാമെന്ന് മജിസ്ട്രേറ്റ് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവൻ അത് തന്നെ തിരിച്ചു പറയുന്നു. ഞാൻ നിങ്ങൾക്ക് അവസാനമായിട്ടൊരു ചാൻസ് കൂടി തരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട്. അവനെ വേഗം പിടികൂടാൻ മജിസ്ട്രേറ്റിന്റെ അസിസ്റ്റന്റ് ഓർഡർ നൽകുന്നു. അങ്ങനെ അവിടെയുള്ള കാവൽക്കാരെല്ലാം കൂടി അവനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ പക്ഷേ അത് ശക്തമായി ചേർത്ത് നിൽക്കുന്നു. അതോടെ മജിസ്ട്രേറ്റ് ആകെ പേടിക്കുന്നുണ്ട്. നിയമമൊക്കെ ഞാൻ വളരെ വ്യക്തമായി നിന്നോട് പറഞ്ഞു തന്നില്ലേ, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ എതിർക്കുന്നതെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുന്നു. നിങ്ങൾ എന്നെ കുരുക്കാൻ നോക്കുകയല്ലേ, എങ്കിൽ പിന്നെ ഇത് എൻ്റെ വഴിക്ക് തന്നെ തീർപ്പാക്കാമെന്ന് അവനും പറയുന്നുണ്ട്. നീ എന്താണ് ഈ കാണിക്കുന്നത്? ഒരു മജിസ്ട്രേറ്റിനെതിരായിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മജിസ്ട്രേറ്റിന്റെ അസിസ്റ്റന്റ് ഈ സമയം ചോദിക്കുന്നുണ്ട്. ഇത് വെറും ഒരു മജിസ്ട്രേറ്റ് മാത്രമല്ലേ, നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് യാൻഷിങ് മുന്നോട്ട് നടന്നെടുക്കാൻ തുടങ്ങുന്നു. അയാളാകെ പേടിച്ചു നിൽക്കുകയാണ്. ഈ സമയത്താണ് പുറകിൽ നിന്ന് ആരോ യാൻഷിങ്ങിനെ വിളിക്കുന്നത്. അങ്ങനെ അവൻ നിൽക്കുന്നുണ്ട്. അവിടേക്ക് വന്നത് ഗോങ്സുൻ ആയിരുന്നു. യാൻഷിങ്ങിൻ്റെ ട്രാവൽ പെർമിറ്റുമായിട്ടായിരുന്നു അവൻ വന്നത്. അത് മജിസ്ട്രേറ്റിനെ അവൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് യാൻഷിങ്ങിൻ്റെ കണ്ടീഷൻ അവൻ ശ്രദ്ധിക്കുന്നത്. അവൻ വേഗം തൻ്റെ കോട്ടൂരി അവനെ പുതുപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ നീ എന്നെ മിസ് ചെയ്തോ? ഈ ഒരു സാഹചര്യത്തിൽ നിന്റെ രക്ഷകനായിട്ടാണോ എന്നെ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയും അവൻ ചോദിക്കുന്നുണ്ട്. നീ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥലം ആകെ തരിപ്പണമാക്കിയേനെ എന്ന് യാൻഷിങ് പറയുന്നു. തൽക്കാലം ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് ചെന്ന് യാടല്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് ഗോങ്സുൻ പറയുന്നുണ്ട്. എന്നിട്ട് മജിസ്ട്രേറ്റിനോടായിട്ട് യാൻഷിങ് ലുയാൻ അക്കാഡമിയിൽ നിന്നാണ് വരുന്നതെന്ന് അറിയിക്കുന്നു. ആ അക്കാഡമിയുടെ പേര് കേട്ടപ്പോൾ തന്നെ മജിസ്ട്രേറ്റ് ഒന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ ഗോങ്സുൻ മാറിയിരുന്ന് അയാളുമായി സംസാരിക്കുന്നു. യാൻഷിങ് തൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നാണ് ഗോങ്സുൻ അവനോട് പറഞ്ഞത്. എന്തായാലും ആ അക്കാഡമിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഒന്നും സാധാരണക്കാരല്ല, അവരൊക്കെ വലിയ വലിയ വീട്ടിലെ അംഗങ്ങളാണ്, ഭാവിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവരാണ് എന്നൊക്കെയുള്ള ബോധം മജിസ്ട്രേറ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഈ കേസ് അവർക്ക് അനുകൂലമായ രീതിയിൽ ഒത്തുതീർപ്പാക്കാൻ അയാൾ തയ്യാറാവുന്നു. യാൻഷിങ് കുറ്റക്കാരനല്ല എന്നുകൊണ്ട് അവനെ വിട്ടയക്കാൻ അയാൾ ഓർഡർ നൽകുന്നുണ്ട്. അപ്പോൾ ഷാങ്യുവിൻ്റെ കാര്യം എങ്ങനെയാണ് എന്ന് അങ്കിൾ സാഹു ഒക്കെ ചോദിക്കുന്നുണ്ട്. ഷാങ്യുവിനെയും വെറുതെ വിടാൻ മജിസ്ട്രേറ്റ് ഉത്തരവിടുന്നു. അവളാണ് കുറ്റക്കാരി എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലല്ലോ, അതുകൊണ്ട് അവളെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ സാധിക്കില്ല. ഈ കേസിന് വിധി കൽപ്പിക്കുന്ന സമയത്ത് ഷാങ്യുവിൻ്റെ ആൻറ്റിയെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിരുന്നു. അവർ ഇത് കേട്ടപ്പോൾ ശക്തമായി എതിർക്കുന്നുണ്ട്. പക്ഷേ മജിസ്ട്രേറ്റിനിപ്പോൾ ലുയാൻ അക്കാഡമിയും ഗോങ്സിനുമൊക്കെയാണ് വലുത്. അതുകൊണ്ട് ആൻറ്റിയെ അയാൾ വഴക്ക് പറഞ്ഞ് ഒതുക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് നിരാശയായി തിരികെ പോകേണ്ടി വരുന്നു. കോടതി പിരിച്ചുവിട്ടതോടെ അങ്കിൾ സാഹോയും ആൻറ്റിയും കൂടി ഓടി യാൻഷിങ്ങിൻ്റെ അടുത്തേക്ക് വരുന്നു. ഗോങ്സിന് അവർ ആരാണെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ സമയത്തെത്തിയത് കാര്യമായി, അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് മരിച്ചേനെ എന്ന് പറഞ്ഞ് ഗോങ്സുൻ യാൻഷിങ്ങിൻ്റെ തോളിൽ ഈ സമയത്തൊന്ന് തട്ടുന്നുണ്ട്. പെട്ടെന്ന് യാൻഷിങ് കുറേ ബ്ലഡ് വോമിറ്റ് ചെയ്യുന്നു. മാത്രമല്ല അവൻ തളർന്ന് വീഴാനും തുടങ്ങുന്നുണ്ട്. അതിനു മുമ്പ് ഷാങ്യുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് അവൻ പറയുന്നു. ഗോങ്സുൻ അത് സമ്മതിക്കുന്നുണ്ട്. അപ്പോഴേക്കും യാൻഷിങ്ങിൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ ഒരവസ്ഥയിലും യാൻഷിങ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഷാങ്യു ആരാണ് എന്ന് ഗോങ്സുൻ അമ്പരപ്പോടെ ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.